ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ജി എസ് ടിയിൽ ടാക്സ് ഇൻവോയ്സ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സ് ഇൻവോയ്സസ് നമുക്ക് പഠിക്കാനുണ്ട്. കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ്, റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, റെസിപ്റ്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, ഡെലിവറി ചലാൻ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത് ടാക്സ് ഇൻവോയ്സ് എന്ന് വെച്ചാൽ എന്താണ്, അല്ലെ? ഇൻവോയ്സ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് പർച്ചേസോ സെയിലോ ആവുന്ന സമയത്ത് അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ ഇൻവോയ്സ് എന്ന് വിളിക്കുന്നത്. ഇൻവോയ്സ് എന്ന് പറയുന്നത് ഒരു കമേഴ്ഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അത് പൊതുവെ ഇഷ്യൂ ചെയ്യുന്നത് സപ്ലയർ ആണ്. ഇഷ്യൂഡ് ബൈ എ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു എ റെസിപ്പിയന്റ്. റെസിപ്പിയന്റ് അപ്പൊ സാധനം വാങ്ങിക്കുന്ന സമയത്ത് അയാൾ എന്തൊക്കെ സാധനം വാങ്ങിച്ചു, അതിന് എത്രയായി എമൗണ്ട്, അതിന്റെ മേലെ വരുന്ന ടാക്സ് എന്താണ്, ഏത് ഡേറ്റിലാണ്, സപ്ലയറുടെ ഡീറ്റെയിൽസ് എന്താണ്, ബയറുടെ ഡീറ്റെയിൽസ് എന്താണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ചേർത്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, അതിനെയാണ് നമ്മളിവിടെ ഇൻവോയ്സ് അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഐഡന്റിഫൈസ് ബോത്ത് ദ പാർട്ടീസ് ഇൻവോൾവ് ആൻഡ് ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ്സ് ദ ഐറ്റം സോൾഡ്, സർവീസസ് സപ്ലൈഡ്, ക്വാണ്ടിഫൈസ് ദം, എക്സിബിറ്റ് ദ ഡേറ്റ്സ്, ഏത് ഡേറ്റ് ആണ്, അതുപോലെ പ്രൈസ്, പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത്. അപ്പൊ ഇതൊരു സാമ്പിൾ ജി എസ് ടി ഇൻവോയ്സിന്റെ പ്രൊഫോമയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കമ്പനി നെയിം, അഡ്രസ്, അല്ലെ, ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, ഈവൻ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബില്ലിംഗ് അഡ്രസ്, കസ്റ്റമറുടെ അഡ്രസ് എന്താണെന്നുള്ളത്, ഷിപ്പിംഗ് അഡ്രസ് വേറെ ആണെങ്കിൽ ഷിപ്പിംഗ് അഡ്രസ് വേറെ. പിന്നെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ്, പ്രോഡക്റ്റിന്റെ സീരിയൽ നമ്പർ, പ്രോഡക്റ്റ്, അതിന്റെ HSN കോഡ്, എത്ര ക്വാണ്ടിറ്റി ആണ്, പിന്നെ റേറ്റ്, ടോട്ടൽ, പിന്നെ ഡിസ്കൗണ്ട്, പിന്നെ ഗ്രോസ്, പിന്നെ ജി എസ് ടി എമൗണ്ട്. ജി എസ് ടിയിൽ അതിലും എത്ര പെർസെൻറ്റേജ് ആണ് ജി എസ് ടി റേറ്റ്, അതുപോലെ അതിൽ എത്രയാണ് എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ടോട്ടൽ, പിന്നെ ഇവിടെ വേറെയും അവർ ഗ്രോസ് വാല്യൂ, ടാക്സ് ഇൻവോയ്സ് വാല്യൂ എന്ന് പറഞ്ഞ് വേറെ ടോട്ടൽ എടുത്തിട്ടും തന്നിട്ടുണ്ട്. പിന്നെ ഒരു സിഗ്നേച്ചർ സൈൻ ചെയ്യാനുള്ള ഒരു സ്പേസും തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇത്രയാണ് പൊതുവെ ഒരു ഇൻവോയ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവോയ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിച്ചു വെക്കുക. അതിൽ പൊതുവെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുക എന്നുള്ളത്. നേരത്തെ ഞാനിപ്പോൾ ഡയഗ്രാമിൽ പറഞ്ഞെന്ന് കാണിച്ച അതേ സാധനങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 31 പറയുന്നത്. അപ്പൊ നെയിം, അഡ്രസ് ആൻഡ് GSTIN ഓഫ് ദ സപ്ലയർ. സപ്ലയറുടെ നെയിം, അഡ്രസ്, അതുപോലെ GST നമ്പറും വേണം. GST ഇൻവോയ്സ് ആകുമ്പോൾ GST നമ്പർ ഉണ്ടാവും. പണ്ട് വാറ്റ് ആയിരുന്നപ്പോൾ അതിലത്തെ നമ്പർ ആയിരുന്നു. അപ്പൊ അങ്ങനെ. പിന്നെ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ നോട്ട് എക്സീഡിംഗ് 16 ഡിജിറ്റ്സ് യൂണിക് ഫോർ എ ഫിനാൻഷ്യൽ ഇയർ. ഇൻവോയ്സ് നമ്പർ വേണം. ഓരോ ബില്ലിനും ഓരോ നമ്പർ വേണം. അപ്പൊ അത് ഓരോ കൊല്ലവും ഫ്രഷ് ആയിട്ട് നമ്മൾ തുടങ്ങണം. സീരീസ് ഫ്രഷ് ആയിട്ട് തുടങ്ങണം. അപ്പോൾ അത് 16 ഡിജിറ്റ് വരെയുള്ള ഇൻവോയ്സ് നമ്പർ ആവാം. എനിക്കിപ്പോൾ വേണമെങ്കിൽ 15A എന്നിട്ടിട്ട് അവസാനം 1, അങ്ങനെ എന്റെ സീരിയൽ നമ്പറിന്റെ സീരീസ് തുടങ്ങാം. അത് പ്രശ്നമല്ല. മാക്സിമം 16 വരെ, നമുക്ക് 16 ഡിജിറ്റ്സ് വരെ ഇൻവോയ്സ് നമ്പറിൽ പറ്റും. അപ്പൊ 16 ഡിജിറ്റ് ഒക്കെ ഇടുന്ന ചിലവരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇത്രയും വലിയ ഇൻവോയ്സ് നമ്പറൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ. ചിലവർ അങ്ങനെ ഇടും, ചിലവർ 1, 2, 3 അങ്ങനെ പോകുന്നവരുണ്ട്, ചിലവർ 100 എന്ന് തുടങ്ങുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഇഷ്ടമാണ് ഏതെന്ന് തുടങ്ങണം എന്നുള്ളത്. എനിവേ ഓരോ കൊല്ലവും ഫ്രഷ് ആയിട്ട് നമ്മൾ പുതിയതായിട്ട് തന്നെ തുടങ്ങണം. കഴിഞ്ഞ കൊല്ലത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇക്കൊല്ലം ഇൻവോയ്സ് നമ്പർ ഇട്ട് പോകാൻ പാടില്ല. പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. പിന്നെ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ അയാളുടെ അഡ്രസ്സ് ഇൻക്ലൂഡിംഗ് GST നമ്പർ, നെയിം, അഡ്രസ്സ്, GST നമ്പർ, എന്താണ് ഗുഡ്സ്, പിന്നെ അതിന്റെ HSN കോഡ്, പിന്നെ ഡിസ്കൗണ്ട് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, റേറ്റ് ഓഫ് ടാക്സ്, അതായത് GST റേറ്റ്, പിന്നെ ടാക്സിന്റെ എമൗണ്ട്, വാല്യൂ ഓഫ് ഇൻവോയ്സ്, അതായത് ടോട്ടൽ വാല്യൂ എത്രയാണ് വരുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്, പിന്നെ ഷിപ്പിംഗ് അഡ്രസ്സ് ഡിഫറെന്റ് ആണെങ്കിൽ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ കൊടുക്കണം, ഫോർവേഡ് ചാർജ് ആണ് റിവേഴ്സ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഡിഫറൻസ്, പിന്നെ അവസാനം സിഗ്നേച്ചർ. അപ്പൊ മിനിമം ഇത്രയും ഡീറ്റെയിൽസ് എങ്കിലും ഒരു ഇൻവോയ്സിൽ വേണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നോർമലി ഒരു ടാക്സ് ഇൻവോയ്സിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. നമുക്ക് ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ ടൈപ്പ് ഇൻവോയ്സ് അല്ലെങ്കിൽ വൗച്ചറിന്റെയും ഡീറ്റെയിൽസും കൂടെ പഠിക്കാനുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ അതൊന്നും പറയുന്നില്ല, കാരണം കോമൺലി ഇത്രയും ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഓരോ ഇൻവോയ്സിനനുസരിച്ച് ഇപ്പൊ റീഫണ്ട് വൗച്ചറിൽ വേണ്ടത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ചില ഡീറ്റെയിൽസ് വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ ടെക്സ്റ്റ് നോക്കി വായിച്ച് മനസ്സിലാക്കണം. ഞാൻ എന്താണ് ആ വൗച്ചർ എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. അപ്പൊ കുറെ കോമൺ പോയിന്റ്സ് ആയിരിക്കും. അതിനനുസരിച്ച് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള 1-2 ഡീറ്റെയിൽസ് ആണ് പർട്ടിക്കുലേഴ്സ് ഓഫ് ടാക്സ് ഇൻവോയ്സ് വന്നിട്ട് പർട്ടിക്കുലേഴ്സ് ഓഫ് റീഫണ്ട് വൗച്ചർ അതിൽ എന്താ വെച്ചാൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ 1-2 ചേഞ്ചിന് വേണ്ടി ഞാൻ അത് പ്രത്യേകം സ്ലൈഡ് ആക്കി ഇടുന്നില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളതായിരിക്കും ഇനി വരുന്ന ഓരോ ടൈപ്പ് ഇൻവോയ്സസും. ഓരോ ടൈപ്പ് ഇൻവോയ്സും എന്താന്ന് മാത്രം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ
ട്രിപ്ലിക്കേറ്റിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 3 കോപ്പി വേണം. 3 കോപ്പിയിൽ ഒറിജിനൽ വന്നിട്ട് സാധനം വാങ്ങിക്കുന്ന ആൾക്ക്, അതായത് റെസിപ്പിയന്റിന് കൊടുക്കും. ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ട് ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കും. നമ്മളിപ്പോ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴിയാണ് അവിടെ കൊണ്ടേ എത്തിക്കുന്നത്. അതിപ്പോ ലോറിയിലൊക്കെ സാധനം കൊടുത്തേക്കാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടറുടെ കയ്യിൽ ബില്ലിന്റെ ഒരു കോപ്പി കൊടുക്കും. ട്രിപ്ലിക്കേറ്റ് സപ്ലൈയുടെ കയ്യിൽ വെക്കും. ഓക്കെ, മൂന്നാമത്തെ കോപ്പി വന്നിട്ട് സപ്ലൈയുടെ കയ്യിൽ വെക്കും. അപ്പൊ നിങ്ങൾ സാധനം വാങ്ങിക്കാൻ കടയിൽ പോകുമ്പോൾ അവരിങ്ങനെ കാർബൺ പേപ്പറൊക്കെ ഇടയിൽ വെച്ച് എഴുതുന്നത് കണ്ടിട്ടുണ്ടാവും. എഴുതി തരികയാണെങ്കിൽ അങ്ങനെ. പിന്നെ പ്രിന്റ് ഔട്ട് ആണെങ്കിൽ ചിലവർ അതിൽ ഒറിജിനൽ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പ്രിന്റ് ചെയ്തിട്ട് വരാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ. എനിവേ 3 കോപ്പീസ് ആണ് വേണ്ടത്. ഒറിജിനൽ റെസിപ്പിയന്റിന് കൊടുക്കും, ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസ്പോർട്ടറുടെ കയ്യിലുണ്ടാവും, ട്രിപ്ലിക്കേറ്റ് സപ്ലയറുടെ കയ്യിലും. അത് ഗുഡ്സിന്റെ കേസിൽ. സർവീസിന്റെ കേസിൽ പിന്നെ നമുക്ക് സപ്ലയർ ആവശ്യമില്ലല്ലോ, ട്രാൻസ്പോർട്ടർ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ റെസിപ്പിയന്റും സപ്ലയറും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒറിജിനൽ റെസിപ്പിയന്റിനും ഡ്യൂപ്ലിക്കേറ്റ് സപ്ലയർക്കും. അവിടെ ട്രാൻസ്പോർട്ടർ ഇല്ല, അതുകൊണ്ട് 2 കോപ്പി മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ടാക്സ് ഇൻവോയ്സിന്റെ എത്ര എണ്ണമാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അടുത്തത് വന്നിട്ട് കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ്. കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും പൊതുവെ നമ്മൾ ഒരു ഇൻവോയ്സ് കൊടുക്കും. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും വെവ്വേറെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട, പകരം നമുക്ക് കൺസോളിഡേറ്റ് ആയിട്ട് ഒരൊറ്റ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അത് ഏത് സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ 200, അതായത് ഇൻഡിവിജ്വൽ സപ്ലൈ 200 രൂപയിൽ താഴെയിലാണ്, ആൻഡ് ദ റെസിപ്പിയന്റ് ഈസ് അൺരജിസ്റ്റേർഡ്. റെസിപ്പിയന്റ് അതായത് സാധനം വാങ്ങിക്കാൻ വന്നിട്ടുള്ള ആൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഇൻവോയ്സ് വേണ്ടാന്നും പറയാണ്. ഇത്രയും കണ്ടീഷൻസ്, ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെ ഒരാൾക്ക് പ്രത്യേകമായിട്ട് ഒരു ഇൻവോയ്സ്, വേറൊരു ഇൻവോയ്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എക്സാമ്പിൾ, ഞാനൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കാണ്, ഞാൻ 150 രൂപയ്ക്കാണ് സാധനം വാങ്ങിക്കുന്നത്. സേ ഒരു സ്റ്റേഷനറി കട, GST രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു സ്റ്റേഷനറി കടയിൽ പോയിട്ട് ഞാൻ സാധനം വാങ്ങിക്കാണ്. അപ്പൊ ഞാൻ 150 രൂപയ്ക്കേ സാധനം വാങ്ങിക്കുന്നുള്ളൂ. എനിക്ക് ബില്ലിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ബില്ലിന്റെ ആവശ്യമില്ല. ഞാൻ ബില്ല് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അവരെനിക്ക് ബില്ല് തരില്ല. അവർ അങ്ങനെയുള്ള കേസസിൽ ഇങ്ങനെ നമുക്കൊന്നും ഇപ്പൊ ബില്ല് തരണില്ലല്ലോ. അങ്ങനെ ഒരു 10 ആൾ അന്ന് വന്ന് വാങ്ങിച്ചിട്ട് പോയി വിചാരിക്കുക. അപ്പൊ ആ 10 പേരുടെയും കൂടെ ഡീറ്റെയിൽസ് ചേർത്തിട്ട് ഒരൊറ്റ ഇൻവോയ്സ് തയ്യാറാക്കിയിട്ട് അവരുടെ കയ്യിൽ വെക്കും. അതിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് നമ്മൾ തയ്യാറാക്കുന്ന ഏത് കേസിലാണ്? ഇൻഡിവിജ്വലി ഇൻവോയ്സ് കൊടുത്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ. ഇൻഡിവിജ്വലി എപ്പോഴാണ് ഇൻവോയ്സ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്? വെൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ 200. അപ്പൊ ഇൻഡിവിജ്വലി വാല്യൂ ഓഫ് സപ്ലൈ 200 രൂപയിൽ താഴെ ആയിരിക്കണം. ഞാനിപ്പോ പോയിട്ട് 200 രൂപയ്ക്ക് മേലെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ബില്ല് തരണം എന്നാണ് അവിടെ നിയമം. അവർ തരുന്നില്ലെങ്കിൽ അത് അവര് പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ 200 താഴെയാണ് വാല്യൂ ഓഫ് സപ്ലൈ എങ്കിൽ ബില്ല് ഇഷ്യൂ ചെയ്യണമെന്നില്ല, പ്രൊവൈഡഡ് റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആയിരിക്കണം. സാധനം വാങ്ങിക്കുന്ന ആൾ അൺരജിസ്റ്റേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ റെസിപ്പിയന്റിന് അവിടെ ഇൻവോയ്സ് വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവോയ്സ് സപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. Instead, such a person shall issue the consolidated tax invoice for such supplies at the close of each day for all such supplies. അപ്പൊ ഇങ്ങനെ എത്ര സപ്ലൈ ആണോ ആ ഒരു ദിവസം നടന്നിട്ടുള്ളത്, ആ എല്ലാ സപ്ലൈസിനും കൂടെ ചേർത്തിട്ട് അയാൾ ഒരൊറ്റ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ഇൻവോയ്സ് തയ്യാറാക്കിയാൽ മതി. അപ്പൊ അങ്ങനെ എത്ര എണ്ണം നടന്നുണ്ടോ എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് ഒരൊറ്റ ഇൻവോയ്സ് റെഡിയാക്കി വെക്കുക. അതാർക്കും കൊടുക്കൊന്നും വേണ്ട, അത് അവർ തയ്യാറാക്കിയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അതാണ് കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനലി ഇഷ്യൂ ചെയ്ത ടാക്സ് ഇൻവോയ്സ് റിവൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് ഒരേ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് അങ്ങനെ ടാക്സ് ഇൻവോയ്സ് റിവൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഏത് സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യത വന്നിട്ട് വിത്തിൻ 30 days നമ്മൾ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ തരുന്നത് ബാക്ക് ഡേറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഏപ്രിൽ 1-ാം തീയതി രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യത വന്നു. ഞാൻ ഏപ്രിൽ 25-ാം തീയതി, അതായത് വിത്തിൻ 30 days ഞാൻ അപ്ലൈ ചെയ്തു, രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. അവർ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് രജിസ്ട്രേഷൻ തരുന്നത് ഏപ്രിൽ 30-ാം തീയതിയാണ്. അവരുടെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് അവരെനിക്ക് രജിസ്ട്രേഷൻ തരുന്നത്. പക്ഷെ അവരെനിക്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ ആക്ച്വലി ഏപ്രിൽ 1-ാം തീയതി മുതൽ എനിക്ക് രജിസ്ട്രേഷൻ ഉള്ളതിന് തുല്യമായി. പക്ഷെ ഏപ്രിൽ 1-ാം തീയതി മുതൽ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി എന്ന് പറയുന്നത് എപ്പോഴാണ്? 25-ാം തീയതിയാണ് അല്ലെ? അപ്പൊ ഈ 1 to 25th അല്ലെങ്കിൽ 1 to 30th വരെയുള്ള 25-ാം തീയതി ഞാൻ അപ്ലൈ ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് അല്ലെ? അപ്പൊ ഏപ്രിൽ 30-ാം തീയതി. ഓക്കെ, എനിവേ 25 ആണെങ്കിലും 30 ആണെങ്കിലും എനിക്ക് എപ്പോഴാണോ രജിസ്ട്രേഷൻ കിട്ടുന്നത്, 30-ാം തീയതിയാണ് അവർ എനിക്ക് ആ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് GST നമ്പറൊക്കെ ആ ദിവസമേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇപ്പൊ ഏപ്രിൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ സപ്ലൈ നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഓഫ് കോഴ്സ് ഞാൻ സപ്ലൈ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓൾറെഡി ഇൻവോയ്സ്
ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും GST നമ്പറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അത്രയും കാലം നടത്തിയിട്ടുള്ള എല്ലാ സപ്ലൈസിനും ഇപ്പോ വേറെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിൽ പറയുന്നത്. അതിനെയാണ് നമ്മൾ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരേ ഒരു സിറ്റുവേഷനിലേ വരുള്ളൂ. ഏത് സിറ്റുവേഷനിലാന്ന് വെച്ചാൽ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യത വന്നിട്ട് നമ്മൾ വിത്തിൻ 30 days രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ ബാക്ക് ഡേറ്റഡ് ആയിട്ട് തന്നെയാണ് രജിസ്ട്രേഷൻ തരിക. അങ്ങനെ ബാക്ക് ഡേറ്റഡ് ആയിട്ട് രജിസ്ട്രേഷൻ തരുന്ന സമയത്ത് എന്നാണോ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടിൽ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്, എന്നാണോ നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് ആ ദിവസം വരെയുള്ള സപ്ലൈസിനൊക്കെ നമ്മൾ വീണ്ടും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓൾറെഡി ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ GST നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അതിന്റെ ടാക്സിന്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഇൻവോയ്സ് മാറ്റി കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. But the revised tax invoice to be issued in respect of taxable supplies effected during this period. ഏത് പീരീഡ് ആണ്? ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും ഇതിന്റെ ഇടയിലുള്ള ദിവസങ്ങൾക്കാണ് നമ്മൾ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ എക്സാമ്പിളും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. സാരാഭായ് പ്രൈവറ്റ് ലിമിറ്റഡ് കമൻസ്ഡ് ബിസിനസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓൺ 1st April in Delhi. Its turnover exceeded the applicable threshold limit on 3rd September. ഏപ്രിൽ 1 തീയതി ബിസിനസ് ഒക്കെ തുടങ്ങി. പക്ഷെ ത്രെഷോൾഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നത് 3rd സെപ്റ്റംബറിനാണ്. അപ്പൊ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലയബിലിറ്റി വരുന്നത് 3rd സെപ്റ്റംബറിനാണ് അല്ലെ. Thus it became liable to registration on 3rd September. It applied for registration on 29th September. 29th സെപ്റ്റംബറിന് അവർ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. അതായത് വിത്തിൻ 30 days. 3rd സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 30 days ആവുന്നത് 3rd ഒക്ടോബറിനാണ് അല്ലെ. അപ്പൊ 30 ഡേയ്സിനുള്ളിൽ തന്നെ അവർ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. അതായത് 29th സെപ്റ്റംബറിന് അവർ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് അവർക്ക് 5th ഒക്ടോബറിന് രജിസ്ട്രേഷൻ കിട്ടി. 5th ഒക്ടോബറിനാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പക്ഷേ രജിസ്ട്രേഷൻ 3rd സെപ്റ്റംബർ മുതൽ ഇഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ 5th ഒക്ടോബറിനെ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. 3rd സെപ്റ്റംബർ മുതൽ അവർക്ക് GST രജിസ്ട്രേഷൻ ഉള്ളതായിട്ട് അവിടെ കണക്കാക്കപ്പെടും. അപ്പൊ 3rd സെപ്റ്റംബർ മുതൽ 5th ഒക്ടോബർ വരെ അവർ ഓൾറെഡി കുറെ സപ്ലൈ നടത്തിയിട്ടുണ്ടാവും. അതിനൊക്കെ ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ ഇൻവോയ്സസ് ഒക്കെ ഇപ്പോൾ മാറ്റി കൊടുക്കണം. അതിനെയാണ് നമ്മൾ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാനിപ്പോ ഇവിടെ വേറെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്നാലും നിങ്ങൾക്ക് അത് ഊഹിച്ച് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പൊ പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത് നോർമലി ഉള്ള എല്ലാ പർട്ടിക്കുലേഴ്സും വേണം. അതിന് പുറമെ ഒറിജിനൽ ഇൻവോയ്സിലേക്ക് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കൂടെ വേണ്ടേ? അതായത് ഇപ്പൊ ഇത് റിവൈസ്ഡ് ഇൻവോയ്സ് ആണ് അല്ലെ. അപ്പൊ അതിനൊരു ഒറിജിനൽ ഉണ്ടല്ലോ. ആ ഒറിജിനലിന്റെ നമ്പറും കൂടെ ഈ റിവൈസ്ഡ് ഇൻവോയ്സിൽ കോട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഓരോ ടൈപ്പിലും ഇതുപോലെ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ സംഭവം മനസ്സിലാക്കിയ ശേഷം ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സിൽ നമ്മൾ ഒറിജിനലിന്റെ ഇൻവോയ്സ് നമ്പറും കൂടെ കോട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ ഒറിജിനലുള്ള ഡേറ്റ് കോട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അഡീഷണലി വരുന്നുള്ളൂ. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത് കൺസോളിഡേറ്റഡ് റിവൈസ് ടാക്സ് ഇൻവോയ്സ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളുടെ ഇടയിൽ നമ്മൾ ചില കേസസിൽ കൺസോളിഡേറ്റ് ആയിട്ടുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ. അതായത് ഇപ്പോൾ 200 രൂപയിൽ താഴെയാണ്, അതുപോലെ റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആണ്, അങ്ങനെയുള്ളവരുടെ ഇൻവോയ്സ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡെയിലി ബേസിസിൽ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ആയിരിക്കും ഇഷ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് തയ്യാറാക്കി വെക്കുക. അതും തയ്യാറാക്കി നമ്മളെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ മതി. ആർക്കും കൊടുക്കാനൊന്നും ഇല്ല. അപ്പൊ അത് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ മിസ്റ്റർ എ രജിസ്റ്റേർഡ് സപ്ലൈ ആണ്, മിസ്റ്റർ ബിക്ക് അൺരജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരുപാട് സപ്ലൈ കൊടുക്കണം. ഇപ്പൊ ഇയാൾക്ക് നല്ല എത്രയോ പേർക്ക് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും. ഓരോ സപ്ലൈയും ഇൻഡിവിജ്വൽ സപ്ലൈ 200 താഴെയാണ്, അതുപോലെ റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആണ്, പുറമെ അയാൾക്ക് ഇൻവോയ്സ് വേണ്ടാന്നും പറഞ്ഞുണ്ടെങ്കിൽ ഈ കൊടുത്തതൊക്കെ നമ്മൾ കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് മാത്രമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ കൺസോളിഡേറ്റഡ് ഇൻവോയ്സിന് പകരം നമ്മളിപ്പോൾ കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് റെഡിയാക്കുക. However, in case of interstate supplies, a consolidated revised tax invoice cannot be issued in respect of all unregistered recipients if the value of a supply exceeds 2,50,000. If the value of supply exceeds 2,50,000, അതായത് 2,50,000 മേലെ പോവാണെന്ന് വിചാരിക്കുക. റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആണ്, പക്ഷെ വാല്യൂ ഓഫ് സപ്ലൈ 2,50,000 മേലെ പോയി എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക്
കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പോൾ ഒരാൾക്ക് തന്നെ ഞാൻ 200 എന്നുള്ളത് കൊടുത്തിട്ട് അയാൾക്ക് 2,50,000 ആയി എന്ന് വിചാരിക്കുക. അത് ഇൻഡസ്ട്രിയൽ സപ്ലൈ ആണെങ്കിൽ നമുക്ക് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള റിവൈസ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ പോരാ, അല്ലാതെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിവൈസ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്ന്. അതേസമയം ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണ്, ഒരാൾക്ക് ഞാൻ 200 രൂപ അങ്ങനെ കൊടുത്തിട്ട് ഇപ്പൊ ഒരു മാസത്തില് ഈ വിത്തിൻ ദീസ് ഡേയ്സ് ഇത്രയും ദിവസത്തിനുള്ളിൽ അത് 2,50,000 ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ദിവസം ഒരാൾ വന്ന് സാധനം വാങ്ങിക്കും, ദിവസം അയാൾ 200 രൂപയ്ക്കേ വാങ്ങിക്കുള്ളൂ വിചാരിക്കും. അങ്ങനെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ദിവസം ഒന്നിൽ കൂടുതൽ തവണ വാങ്ങിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിന്റെ ടോട്ടൽ 2,50,000ക്ക് മേലെ പോയിട്ടുണ്ട് വിചാരിക്കുക. അത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ നമ്മൾ പിന്നെ കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് തന്നെ ഇഷ്യൂ ചെയ്താൽ മതി. അതേസമയം ഇൻഡസ്ട്രിയൽ സപ്ലൈ ആണെങ്കിൽ നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്കാണ് സപ്ലൈ ചെയ്തതെങ്കിൽ 2,50,000 വരെ മാത്രമേ നമുക്ക് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. 2,50,000 മേലെ പോയിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് തന്നെ ആ കേസിൽ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് ബിൽ ഓഫ് സപ്ലൈ ആണ്. ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഏത് കേസിലാണ് ഇഷ്യൂ ചെയ്യാന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈങ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസിൽ ഡീൽ ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ ലെവി, കോമ്പോസിഷൻ ലെവി പ്രകാരം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് അയാൾക്ക് ഇൻവോയ്സിൽ ടാക്സ് ഡീറ്റെയിൽസ് കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പേയിങ് ടാക്സ് ഓപ്റ്റിംഗ് ഫോർ കൺസെഷണൽ റേറ്റ് ഓഫ് ടാക്സ് അണ്ടർ നോട്ടിഫിക്കേഷൻ നമ്പർ 2/2019, അതായത് ആ സർവീസും കൂടെ വരുന്ന ഒരു കേസിൽ നമ്മൾ ആ 6% എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കേസിലും അവർക്ക് എന്താ പറയുക, ഇൻവോയ്സിൽ ടാക്സ് എമൗണ്ട് കാണിക്കണ്ട എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ കോമ്പോസിഷൻ ലെവി അല്ലെങ്കിൽ ഇങ്ങനെ ഗൂഡ്സ് ആൻഡ് സർവീസ് ഇങ്ങനെ കൺസെഷണൽ റേറ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയാണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണ്ട. കാരണം അവർക്ക് ബില്ലിൽ ടാക്സ് കാണിക്കേണ്ട ആവശ്യമില്ല. പകരം അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിനെ ബിൽ ഓഫ് സപ്ലൈ എന്നാണ് പറയുക. അപ്പൊ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിപ്പോ പുതിയ സാധനമൊന്നുമല്ല, നമ്മുടെ ഇൻവോയ്സിന്റെ അതേ ഫോർമാറ്റ് തന്നെ, പക്ഷെ അതിൽ GST ഡീറ്റെയിൽസ് കാണില്ല. കാരണം എന്താണ്, അവർ ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ ഡിഫറൻസ്. അല്ലാതെ നിങ്ങളിത് വളരെ പുതിയ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. സാധാരണ ഇൻവോയ്സ് തന്നെ, പക്ഷേ അതിന്റെ പേര് നമ്മൾ ബിൽ ഓഫ് സപ്ലൈ എന്നാണ് വിളിക്കുക. പോരാത്തതിന് അതിൽ ടാക്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. കാരണം ഈ കേസസിലൊന്നും നമുക്ക് ടാക്സ് വരുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇതും ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവുക, ഡീറ്റെയിൽസ് പെർട്ടിക്കുലേഴ്സ് എന്നുള്ളത് ഉണ്ടാവും. അപ്പൊ ടെക്സ്റ്റിൽ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി സെയിം ഡീറ്റെയിൽസ് ആണ്. ഇതിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇതിൽ ടാക്സ് ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അടുത്തത് റെസിപ്റ്റ് വൗച്ചർ ആണ്. റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത് ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് റെസിപ്പിയന്റ് സപ്ലയർക്ക് എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലാണ് സപ്ലയർ റെസിപ്പിയന്റിന് റെസിപ്റ്റ് വൗച്ചർ കൊടുക്കുന്നത്. അതായത് എനിക്കിപ്പോൾ ഞാനൊരു സപ്ലയർ ആണ്, എനിക്ക് ഒരാൾ അഡ്വാൻസ് തന്നു. അപ്പൊ അഡ്വാൻസ് തന്നതിന് ഒരു പ്രൂഫ് വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റെസിപ്റ്റിന്റെ അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് റേറ്റ് ഓഫ് ടാക്സ് എന്താണോ അല്ലെങ്കിൽ നേച്ചർ ഓഫ് സപ്ലൈ എന്താണോ അറിയില്ല എന്ന് വിചാരിക്കുക. എന്തിനാണ് ഈ റെസിപ്റ്റ് തന്നിരിക്കുന്നത്, എന്തിനുള്ള അഡ്വാൻസ് ആണ്, കറക്റ്റ് ആയിട്ട് ഏത് സപ്ലൈക്കുള്ളതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് ടാക്സ് 18% എന്നുള്ള രീതിയിലാണ് അതിൽ കാണിക്കേണ്ടത്. അതുപോലെ ഏത് ടൈപ്പ് ഓഫ് സപ്ലൈ ആണെന്ന് നമുക്ക് അറിയില്ല, അവർ അഡ്വാൻസ് തരുമ്പോൾ ഇത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആയിരിക്കോ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയിരിക്കോ എന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ എന്നുള്ള രീതിയിൽ വേണം കണക്കാക്കാൻ. അപ്പൊ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ 18% ആണ്, ഇൻ കേസ് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ. അതേപോലെ ടൈപ്പ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ നേച്ചർ ഓഫ് സപ്ലൈ ഏതാണെന്ന് അറിയില്ലെങ്കിൽ അതിനെ ഇൻഡസ്ട്രിയൽ സപ്ലൈ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത് അഡ്വാൻസ് കിട്ടുന്ന കേസസിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് റെസിപ്റ്റ് വൗച്ചർ. അത്രേ ഉള്ളൂ. അടുത്തത് റീഫണ്ട് വൗച്ചർ ആണ്. റീഫണ്ട് വൗച്ചർ ഏത് സിറ്റുവേഷനിലാണെന്ന് വെച്ചാൽ അതായത് കാണും പറയാം. അതായത് ഇങ്ങനെ റെസിപ്പിയന്റ് നമുക്കൊരു അഡ്വാൻസ് പേയ്മെന്റ് തന്നു. അഡ്വാൻസ് പേയ്മെന്റ് സപ്ലയർക്ക് കിട്ടിയ ഉടനെ എന്ത് കൊടുത്തിട്ടുണ്ടാവും, റെസിപ്റ്റ് വൗച്ചർ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കണമല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ, പക്ഷെ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, സപ്ലൈ ഇല്ല. അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സും കൊടുക്കുന്നില്ല. നമ്മൾ സാധനവും സപ്ലൈ ചെയ്യുന്നില്ല, ടാക്സ് ഇൻവോയ്സും കൊടുക്കുന്നില്ല. സാധനം സപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ ടാക്സ് ഇൻവോയ്സ് കൊടുക്കേണ്ടത്. സാധനവും സപ്ലൈ ചെയ്യുന്നില്ല, ടാക്സ് ഇൻവോയ്സും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെ റീഫണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് റീഫണ്ട് വൗച്ചർ. അതായത് ഒരാൾ നമുക്ക് അഡ്വാൻസ് തന്നു, അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മര്യാദ, സാധനം കൊടുക്കുക അല്ലെ. നമ്മൾ സാധനമൊന്നും അതിന് കൊടുക്കുന്നില്ല, കുറച്ചു കാലം കാശ് വെച്ചുകൊണ്ടിരുന്ന പിന്നെ അവർ കാശ് നമ്മുടെ നിന്ന് തിരിച്ചു വാങ്ങിക്കുമല്ലോ, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് റീഫണ്ട് വൗച്ചർ. അത്രയും എമൗണ്ട് റീഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിനെ നമ്മൾ റീഫണ്ട് വൗച്ചർ എന്ന് വിളിക്കുന്നു.
അടുത്തത് പേയ്മെന്റ് വൗച്ചർ. അപ്പൊ പേയ്മെന്റ് വൗച്ചർ ആവശ്യം വരുന്നത് നമുക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ്. അപ്പോൾ റിവേഴ്സ് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസിപ്പിയന്റ് ആണ് അവിടെ ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള ആള് അല്ലെ. അപ്പോ റെസിപ്പിയന്റ് വന്നിട്ട് സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുമല്ലോ, അപ്പൊ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് പേയ്മെന്റ് വൗച്ചർ. അത്രേ ഉള്ളൂ. അതായത് റിവേഴ്സ് ചാർജിന്റെ കേസിലും സാധനം വിൽക്കുന്നത് സപ്ലയർ തന്നെയാണ്, സാധനം വാങ്ങിക്കുന്നത് റെസിപ്പിയന്റിനാണ്. പക്ഷെ ടാക്സ് അടയ്ക്കുന്നത് റെസിപ്പിയന്റ് ആയിരിക്കും. അപ്പോൾ റെസിപ്പിയന്റ് സാധനത്തിന്റെ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഗുഡ്സിന്റെ വില കൊടുക്കുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പേയ്മെന്റ് വൗച്ചർ. പിന്നെ ഈ ഒരു കേസിൽ റെസിപ്പിയന്റ് തന്നെയാണ് ഇൻവോയ്സും ഇഷ്യൂ ചെയ്യുക. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഷാൽ ഇഷ്യൂ ആൻ ഇൻവോയ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസ് സോ റിസീവ്ഡ് ബൈ ഹിം ഫ്രം ദ സപ്ലയർ. അതായത് സാധനം കിട്ടിക്കഴിയുമ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് ഈ ഒരു കേസിൽ റെസിപ്പിയന്റ് ആണ്. അതുപോലെ തന്നെ who is not registered on the date of receipt of goods. അതായത് പ്രൊവൈഡഡ് സപ്ലയർ അവിടെ രജിസ്റ്റേർഡ് ആയിരിക്കരുത്. ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനിത് ഒന്നുകൂടെ ഡയഗ്രാം ആക്കിയിട്ട് പറഞ്ഞുതരാം, അപ്പൊ ഒന്നുകൂടെ മനസ്സിലാവും. ആൻഡ് ഹി ഷാൽ ഇഷ്യൂ എ പേയ്മെന്റ് വൗച്ചർ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് പേയ്മെന്റ് ടു സച്ച് എ സപ്ലയർ. ഇത് ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ റിവേഴ്സ് ചാർജിന്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് റെസിപ്പിയന്റ് ആണെന്ന് പറഞ്ഞു. റെസിപ്പിയന്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് സപ്ലയർ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും. സെക്ഷൻ 9(3) എന്ന് പറയുന്നത് ഗുഡ്സിന്റെ കേസും 9(4) എന്ന് പറയുന്നത് സർവീസുമാണ്. റിവേഴ്സ് ചാർജിന്റെ സെക്ഷൻസ് ആണ് 9(3) ഗുഡ്സിന്റെയും 9(4) സർവീസിന്റെയും. അപ്പൊ രണ്ട് കേസിലും സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ അവിടെ റെസിപ്പിയന്റ് ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പൊ അത് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അടുത്തത് പേയ്മെന്റ് വൗച്ചർ. പേയ്മെന്റ് വൗച്ചറിന്റെ കേസിലും ഇതേപോലെ തന്നെ. ഇപ്പോൾ റെസിപ്പിയന്റ് ഇത് ഈ പറഞ്ഞ പോലെ രജിസ്റ്റേർഡ് ആണ്. എന്നിട്ട് റിവേഴ്സ് ചാർജിൽ അയാൾക്ക് സാധനം അയാൾ വാങ്ങിക്കണം. ഒന്നോ ഗുഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സർവീസ് ആയിരിക്കാം. അപ്പോൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിലും അല്ലെങ്കിലും റെസിപ്പിയന്റ് പേയ്മെന്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യണം അയാൾ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത്. അതേസമയം സർവീസിന്റെ കേസിലാണെങ്കിൽ സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ മാത്രമാണ് റെസിപ്പിയന്റ് അവിടെ പേയ്മെന്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. അത്രയ്ക്ക് അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ടില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ടെക്സ്റ്റിൽ നമുക്ക് ഇങ്ങനത്തെ ഡയഗ്രാംസോ കാര്യങ്ങളോ ഒന്നുമില്ല, ആ ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ. അടുത്തത് ക്രെഡിറ്റ് നോട്ടിന്റെ കേസാണ്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ പൊതുവെ സെയിൽസ് റിട്ടേൺസ് അല്ലെ, അക്കൗണ്ട്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സെയിൽസ് റിട്ടേൺസ് വരുന്ന സമയത്താണ് സപ്ലയർ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. പർച്ചേസ് റിട്ടേൺസ് ആണെങ്കിൽ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. അപ്പൊ അതേപോലെ തന്നെയാണ് GSTയിൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാലും ഏകദേശം അതേ മീനിങ് തന്നെയാണ്. നമുക്ക് സെയിൽസ് റിട്ടേൺസ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സെയിൽസ് റിട്ടേൺസിന്റെ കേസിൽ അതല്ലെങ്കിൽ ഒന്ന് രണ്ട് സിറ്റുവേഷനിലും കൂടെയാണ് സപ്ലയർ അവിടെ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ where one or more tax invoices have been issued for supply of any goods or service or both. ആദ്യമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്തതിന് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്മൾ സാധനം വിൽക്കുമ്പോൾ ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടാക്സബിൾ വാല്യൂ ഇൻ ഇൻവോയ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ടാക്സബിൾ വാല്യൂ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് സപ്ലൈ. നമ്മൾ പിന്നീട് കാണുകയാണ്. അതായത് ഇൻവോയ്സിൽ പറഞ്ഞിട്ടുള്ള ടാക്സബിൾ വാല്യൂ കൊടുത്ത സാധനത്തിന്റെ വിലയേക്കാൾ കൂടുതലാണ്. അതായത് ഇപ്പോൾ നമ്മൾ 100 രൂപയുടെ സാധനമാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഇൻവോയ്സിൽ 150 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അതായത് ഇൻവോയ്സിൽ കൂടുതൽ കാണാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ടാക്സ് ഇതേപോലെ തന്നെ ഇൻവോയ്സിൽ ചാർജ് ചെയ്തിട്ടുള്ള ടാക്സ് യഥാർത്ഥ ടാക്സിനേക്കാളും കൂടുതലാണ്. അപ്പൊ ടാക്സ് റേറ്റിൽ ചേഞ്ച് വന്നാലോ അല്ലെങ്കിൽ സാധനത്തിന്റെ വിലയിലുള്ള ചേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലോ നമുക്കപ്പോൾ അവിടെ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. അതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇൻവോയ്സിലുള്ള ടാക്സബിൾ എമൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് രണ്ടും കൂടുതലാണെങ്കിലാണ് നമ്മൾ ഒരു സിറ്റുവേഷൻ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. വേറൊരു സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ റെസിപ്പിയന്റ് ഗുഡ്സ് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സർവീസ് ഡെഫിഷ്യന്റ് ആണെന്ന് അവർക്ക് തോന്നണം. അപ്പൊ സാധനം അവർ പറഞ്ഞ ക്വാളിറ്റി അല്ലെങ്കിൽ അവർ നമുക്ക് സാധനം തിരിച്ചുതരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസസ് ആണ് ഇത് രണ്ടെണ്ണം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സപ്ലയർ വന്നിട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻവോയ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. സപ്ലയർ റെസിപ്പിയന്റിന് കൊടുക്കും. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് മേ ഇഷ്യൂ വൺ ഓർ മോർ ക്രെഡിറ്റ് നോട്ട് ഫോർ സപ്ലൈസ് മെയ്ഡ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു ദ റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്.
Any registered person who has issued a credit note must declare the details of such a credit note in the return for the month during which such a credit note was issued, but not later than. അതായത് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ മാസത്തെ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഏത് മാസത്തിലാണോ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തത് ആ മാസത്തെ GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ ക്രെഡിറ്റ് നോട്ട്സിന്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ റിട്ടേണിൽ സബ്മിറ്റ് ചെയ്യണം. റിട്ടേണിൽ അതും കൂടെ ഡിക്ലെയർ ചെയ്യണം. എനിവേ നമ്മൾ ആ മാസം കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ എപ്പോഴാണ് ഏറ്റവും ലേറ്റർ ആയിട്ട് നമുക്ക് എപ്പോൾ കൊടുക്കാൻ പറ്റും, ഈ പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കുന്നത് അതിനുള്ളിലെങ്കിലും നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് നോട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ മുന്നേ പഠിച്ചത് തന്നെയാണ്. അതായത് സെപ്റ്റംബർ ഫോളോയിങ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് സപ്ലൈ വാസ് മെയ്ഡ്. ഇപ്പൊ ഈ ഫിനാൻഷ്യൽ ഇയറിലാണ് നമുക്ക് സപ്ലൈ നടക്കുന്നതെങ്കിൽ അടുത്ത സെപ്റ്റംബറിനുള്ളിൽ, അടുത്ത വർഷത്തെ സെപ്റ്റംബറിനുള്ളിൽ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ട ഡേറ്റിന് മുന്നേ, വിച്ച് എവർ ഈസ് ഏർലിയർ നോക്കുക, അതിന് മുന്നേ എങ്കിലും നമ്മൾ ക്രെഡിറ്റ് നോട്ടിന്റെ ഡീറ്റെയിൽസ് റിട്ടേണിൽ കൊടുത്തിട്ടുണ്ടാവണം. ക്രെഡിറ്റ് നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ഡീറ്റെയിൽസ് റിട്ടേണിൽ കൊടുക്കേണ്ട സമയപരിധിയാണ് പറയുന്നത്. ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് ആ മാസം തന്നെ കൊടുക്കണം. ഇൻ കേസ് നമ്മൾ ആ മാസം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും വരെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. എപ്പോൾ വരെ സബ്മിറ്റ് ചെയ്യാം? ഏർലിയർ ഓഫ് നെക്സ്റ്റ് ഇയറിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊല്ലത്തെ ആനുവൽ റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ട റെലവെന്റ് ഡേറ്റ് വിച്ചവർ ഏർലിയർ, അതിനുള്ളിലെങ്കിലും നമ്മൾ ക്രെഡിറ്റ് നോട്ടിന്റെ ഡീറ്റെയിൽസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അത് ഏതാ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സാധനം വിറ്റു, അപ്പൊ ആ സാധനം വിറ്റ ആള് അത് വീണ്ടും വിറ്റു അല്ലെങ്കിൽ അതിന്റെ ITC ക്രെഡിറ്റ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ ആ ക്രെഡിറ്റ് അയാൾ വേറൊരാൾക്ക് പാസ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ക്രെഡിറ്റ് നോട്ടൊന്നും ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾ വിറ്റ സാധനം അവർ അതുപോലെ തിരിച്ചു തരികയാണ്, അതിന്റെ ടാക്സ് ക്രെഡിറ്റ് ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത്രയാണ് ക്രെഡിറ്റ് നോട്ടിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് ഡെബിറ്റ് നോട്ടാണ്. അപ്പൊ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത്. അതായത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേണിന്റെ കേസിലായിരുന്നു. അപ്പൊ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ പർച്ചേസ് റിട്ടേണിന്റെ കേസിലാണ്. അപ്പോൾ ഈ ടാക്സബിൾ വാല്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ആക്ച്വൽ സപ്ലൈനേക്കാളും കുറവാണെങ്കിൽ, അതുപോലെ ടാക്സ് ഇൻവോയ്സിൽ കാണുന്നത് കുറവാണ് എന്നാൽ യഥാർത്ഥത്തിൽ ടാക്സ് കൂടുതലാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് നോട്ടും ഈ പറഞ്ഞ പോലെ സപ്ലൈ റെസിപ്പിയന്റ് തന്നെയാണ് ഇഷ്യൂ ചെയ്യുക. പിന്നെ ഡെബിറ്റ് നോട്ടും നമ്മൾ ഏത് മാസമാണോ ഇഷ്യൂ ചെയ്ത് ആ മാസത്തെ റിട്ടേണിന്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യണം, ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ITC അതിന്റെ മേലെ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ. നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്യുമ്പോൾ ITC എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ശരിക്കും പർച്ചേസ് റിട്ടേൺസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ITC ഇപ്പൊ നമ്മൾ റിവേഴ്സ് ചെയ്യണം. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ടാക്സ് ലയബിലിറ്റി ക്യാൻ ബി അഡ്ജസ്റ്റഡ് അപ്വേർഡ്സ് അപ്രോപ്രിയേറ്റ്ലി. ഇപ്പൊ നമ്മൾ ആ ടാക്സ് എടുത്തിട്ടുള്ള ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ITC തിരിച്ചങ്ങോട്ട് അടയ്ക്കണം, അതായത് ടാക്സ് തിരിച്ചടയ്ക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശരിക്കും ഈ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അതുപോലെ ഈ ടാക്സ് ഇൻവോയ്സ് ഇതൊക്കെ കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, നമുക്കുള്ളത് പഠിച്ചാൽ മതി. പ്ലസ് ടെക്സ്റ്റിൽ അതിന്റെ എന്തൊക്കെ ഐറ്റംസ് ആണ് അതിൽ വരികയെന്നുണ്ടാവും, അതെന്തായാലും ഒന്ന് വായിച്ചു വെക്കണം. ഞാനത് കുറെ കോമൺ ആയതുകൊണ്ടാണ് അത് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാത്തത്. അത് ഇമ്പോർട്ടന്റ് അല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ ടെക്സ്റ്റ് അതെന്തായാലും വായിക്കണം. അടുത്തത് ഡെലിവറി ചലാനാണ്. ഡെലിവറി ചലാൻ എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇൻവോയ്സിന് പകരമായിട്ട് എന്ന് പറയുന്നില്ല, എന്നാലും ചില സമയത്ത് ഇൻവോയ്സിന്റെ ഒപ്പം ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനമാണ് ഡെലിവറി ചലാൻ. അപ്പൊ ഡെലിവറി ചലാൻ എന്ന് പറയുന്നത് ഇവര് ഇഷ്യൂഡ് ഇൻസ്റ്റഡ് ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻവോയ്സിന് പകരമായിട്ട് നമ്മൾ കൊടുക്കും, പക്ഷെ ഇൻവോയ്സ് വേറെ എപ്പോഴാണെങ്കിലും നമ്മൾ ഇഷ്യൂ ചെയ്യാതെ ഒന്നും പറ്റില്ല, ഇൻവോയ്സും പിന്നീട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് ഡെലിവറി ചലാൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ലിക്വിഡ് ഗ്യാസിന്റെ സപ്ലൈ, അതായത് സപ്ലൈ ഓഫ് ലിക്വിഡ് ഗ്യാസ് വേർ ദ ക്വാണ്ടിറ്റി അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഫ്രം ദ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദ സപ്ലയർ ഇസ് നോട്ട് നോൺ. അതായത് നമ്മളിപ്പോൾ ലിക്വിഡ് ഗ്യാസ് ആണ് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ലിക്വിഡ് ഗ്യാസ് നമ്മൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അത് എടുത്തിട്ട് പോകുന്ന സമയത്ത് എത്രയാണ് നമുക്ക് അവിടെ ഡെലിവറി ചെയ്യേണ്ടി വരിക എന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് വിചാരിക്കാം. ഇവിടെ നിന്ന് എത്ര എടുത്തിട്ട് പോകണ്ടെന്ന് അറിയില്ല, അവിടെ പോയി അവിടെ ഫില്ല് ചെയ്താലേ നമുക്ക് എത്ര ചെലവായി എന്ന് അറിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇൻവോയ്സ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ പോയി ഡെലിവറി ചെയ്യുമ്പോഴാണ് എത്ര അവർ ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തു എന്ന് അറിയുള്ളൂ. അപ്പൊ നമ്മൾ ഡെലിവറി ചെലവാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഫോർ ജോബ് വർക്ക്. ജോബ് വർക്കിന്റെ കേസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ജോബ് വർക്കിന് സാധനം കൊടുക്കുന്ന സമയത്ത് അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല അല്ലെ, അപ്പൊ നമുക്ക് അവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പകരം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഫോർ റീസൺസ് അതർ ദാൻ ബൈ വേ ഓഫ് സപ്ലൈ.
സപ്ലൈക്ക് വേണ്ടിയിട്ടല്ലാതെ നമുക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വെറുതെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കയ്യിൽ വെക്കേണ്ട സാധനമാണ് ഡെലിവറി ചലാൻ. അതായത് അതിൽ എന്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ പിന്നെ വണ്ടിയിൽ ഇത്ര സാധനങ്ങളുണ്ട്, അത് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതിന്റെ വില എത്രയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഡെലിവറി ചലാൻ. അതുപോലെ തന്നെ ചില നോട്ടിഫൈഡ് സപ്ലൈസിനും, നോട്ടിഫൈഡ് സപ്ലൈ എന്താണെന്നൊന്നും നമുക്ക് പഠിക്കാനില്ല, ചില നോട്ടിഫൈഡ് സപ്ലൈസ് ഉണ്ട്, അതിനും ഡെലിവറി ചലാൻ ആവശ്യമായിട്ട് വരും. പിന്നെ ഡെലിവറി ചലാനും 3 കോപ്പീസിലായിട്ടാണ് വേണ്ടത്. ഒറിജിനൽ കൺസൈനിയുടെയിലാണ്. കൺസൈനി എന്ന് പറയുന്നത് ഈ സാധനം നമ്മൾ ആർക്കാണോ എത്തിക്കാൻ പോകുന്നത്, അതായത് റെസിപ്പിയന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആർക്കാണോ സാധനം എത്തിക്കാൻ പോകുന്നത് അയാളാണ് കൺസൈനി. ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, അത്രേ ഉള്ളൂ. കൺസൈനർ എന്ന് വെച്ചാൽ സപ്ലയർ അല്ലെങ്കിൽ സാധനം അയച്ചു കൊടുക്കുന്ന ആൾ. എപ്പോഴും സപ്ലയർ കൺസൈനർ ആവണമെന്നില്ല, ചിലപ്പോൾ വേറൊരു സ്ഥലത്തു നിന്നാണ് അയക്കാൻ പറഞ്ഞതെങ്കിൽ അപ്പൊ വേറെ ആളായിരിക്കും കൺസൈനർ. എനിവേ സാധനം അയക്കുന്ന വ്യക്തിനെ നമുക്ക് കൺസൈനർ എന്ന് പറയാം, റിസീവ് ചെയ്യുന്ന ആളെ കൺസൈനി എന്ന് പറയാം, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആള് ട്രാൻസ്പോർട്ടർ. അപ്പൊ ഒറിജിനൽ കൺസൈനിക്കാണ് എപ്പോഴും, ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസ്പോർട്ടർക്ക്, ഡ്യൂപ്ലിക്കേറ്റ് കൺസൈനർക്ക്. The supplier is required to issue a tax invoice after delivery of goods where tax invoice could not be issued at the time of removal of goods for the purpose of supply. അപ്പൊ നമുക്ക് ഇവിടുന്ന് സാധനം സപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇവിടുന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, പല കാരണങ്ങളുണ്ട്. പകരം നമ്മൾ ഡെലിവറി ചലാനാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെ? എന്നിട്ട് ഈ സാധനം സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി എത്ര സാധനം കൊടുത്തു അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അറിയാലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ശരിക്കത്തെ ഇൻവോയ്സ് അവർക്ക് ഇഷ്യൂ ചെയ്യണം. പിന്നെ ഒരു കേസും കൂടെ പറയുന്നുണ്ട്, അതായത് where the goods are being transported in semi knockdown or completely knockdown condition or in batches or lots. അതായത് ഇപ്പൊ വലിയ സാധനങ്ങളൊക്കെ ആണെന്ന് വിചാരിക്കുക, വലിയ മെഷീനറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ അഴിച്ചിട്ട്, സെമി നോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കുറച്ച് അഴിച്ചിട്ട് പാർട്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഫുള്ളി പാർട്ടുകളാക്കിയിട്ട് ഒക്കെ നമ്മൾ ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില ഐറ്റംസ് കുറെ ബാച്ചസിലായിട്ട് കൊണ്ടുപോകേണ്ടി വരും. ഒറ്റ ബാച്ചിൽ ഒരു വണ്ടിയിൽ നമുക്ക് സാധനങ്ങൾ ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അവർ പറയുന്നത്, ദ സപ്ലയർ ഷാൽ ഇഷ്യൂ ദ കംപ്ലീറ്റ് ഇൻവോയ്സ് ബിഫോർ ഡിസ്പാച്ച് ഓഫ് ദ ഫസ്റ്റ് കൺസൈൻമെന്റ്. ആദ്യത്തെ വണ്ടി ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ അവർക്കൊരു ഇൻവോയ്സിന്റെ കോപ്പി കൊടുക്കണം. അതായത് സാധനം ഇവിടെ നമ്മുടെ എത്തുന്നതിന് മുന്നേ, ഇവിടുന്ന് സാധനം ആദ്യത്തെ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ സപ്ലയർ ആദ്യം ഒരു ഇൻവോയ്സിന്റെ കോപ്പി അവർക്ക് കൊടുക്കുക. ഓരോ കൺസൈൻമെന്റിനും, അതായത് ഓരോ വണ്ടിയുടെ കൂടിയും ഒരു ഡെലിവറി ചലാൻ വേണം. ആ വണ്ടിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ റെഫറൻസ് വേണമല്ലോ. അപ്പോൾ ഒരു ഡെലിവറി ചലാൻ ഉണ്ടാവും, കൂടാതെ ഇൻവോയ്സിന്റെ ഒരു കോപ്പിയും വെക്കും. അപ്പോൾ ഒരു ഇൻവോയ്സിൽ ഇത്ര സാധനങ്ങളാണെന്നുണ്ടാവും, അതിൽ ഇത്ര സാധനങ്ങൾ ഇന്ന വണ്ടിയിൽ വരണു. അങ്ങനെ ഓരോ വണ്ടിയുടെ കൂടിയും നമ്മൾ ഡെലിവറി ചലാനും ഇൻവോയ്സിന്റെ കോപ്പിയും കൊടുക്കണം. Each consignment shall be accompanied by copies of corresponding delivery challan along with a duly certified copy of invoice. അത് നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ ഒറിജിനൽ കോപ്പി ഓഫ് ഇൻവോയ്സ് ഷാൽ ബി സെൻഡ് അലോങ് വിത്ത് ലാസ്റ്റ് കൺസൈൻമെന്റ്. അപ്പോൾ ഒറിജിനൽ കോപ്പി നമ്മൾ കൊടുക്കണമല്ലോ ഇൻവോയ്സിന്റെ, അത് ലാസ്റ്റത്തെ വണ്ടിയിൽ കൊടുത്തയച്ചാൽ മതി. അപ്പൊ നമുക്കൊരു സാധനം ട്രാൻസ്പോർട്ട് ചെയ്യണം, അത് ഒറ്റ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, 4 വണ്ടികളിലായിട്ടാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓരോ വണ്ടിയിലും ഇൻവോയ്സിന്റെ കോപ്പിയും ഡെലിവറി ചലാനും കൊടുത്തയക്കുക. ലാസ്റ്റത്തെ വണ്ടിയിൽ സാധനം പോകുന്ന സമയത്ത് അവിടെ ഒറിജിനൽ ഇൻവോയ്സിന്റെ കോപ്പിയും കൊടുത്തയക്കാം. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ കുറെ ലോട്ടുകളിലാക്കിയിട്ട് നമുക്ക് സാധനം അയക്കുന്ന സമയത്ത് ഒറിജിനൽ എന്ന് പറയുന്നത് ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ, എല്ലാ വണ്ടിയിലും നമുക്കത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സ് ഇൻവോയ്സസ് ആയിരുന്നു. അപ്പോൾ ഇനി ടെക്സ്റ്റിൽ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ടെക്സ്റ്റിൽ വായിച്ച് മനസ്സിലാക്കണം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. താങ്ക് യു.